എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന എം മുകുന്ദൻ എഴുതിയ പ്രബന്ധമാണ്. ഈ ഒരു പാഠഭാഗത്തോടു കൂടി നമ്മുടെ +2 മലയാളം ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രബന്ധത്തിൽ ആശയവിനിമയത്തിൻ്റെ വികാസവും സാങ്കേതിക മുന്നേറ്റങ്ങൾ മനുഷ്യബന്ധങ്ങളെയും ആശയവിനിമയത്തിൻ്റെ സ്വഭാവത്തെയും എങ്ങനെ മാറ്റിമറിച്ചു എന്നുമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രബന്ധം എഴുതിയിരിക്കുന്നത് എം മുകുന്ദനാണ്. 1942 മയ്യഴിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവാണ് എം മുകുന്ദൻ. നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് എംബസിയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുമുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി എന്നിവ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗം എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. കയ്യെഴുത്തുകൾ പോലെയുള്ള പരമ്പരാഗത രീതികളിൽ നിന്ന് വേഗമേറിയെങ്കിലും പലപ്പോഴും വ്യക്തിപരമല്ലാത്ത ഡിജിറ്റൽ സന്ദേശങ്ങളിലേക്കുള്ള മാറ്റമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റങ്ങളുടെ ഗുണദോഷങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ സ്പർശത്തിൻ്റെ നഷ്ടത്തെയും അതേസമയം വിവരവിനിമയത്തിൻ്റെ അതിവേഗ വളർച്ചയെയും ഈ പ്രബന്ധം ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായും 4 ആശയങ്ങളാണ് ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ലളിതമായ ഒരു പാഠഭാഗമാണ്. പ്രബന്ധത്തിൻ്റെ പ്രധാന ആശയങ്ങൾ 4 എണ്ണമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1. ആശയവിനിമയത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. മുമ്പ് മനുഷ്യർ കയ്യെഴുത്തു കത്തുകൾ സൂക്ഷ്മമായി എഴുതുകയും വികാരങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നതായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ആശയവിനിമയം ചുരുക്കവും ആഴമില്ലാത്തതുമാണ്. 2. സാങ്കേതിക വിദ്യയുടെ സ്വാധീനം. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വളർന്നതോടെ മനുഷ്യരുടെ ആശയവിനിമയ രീതികൾ വളരെയധികം മാറിയതായി മുകുന്ദൻ ഈ പ്രബന്ധത്തിലൂടെ വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം വളരെ വേഗത്തിലും എളുപ്പത്തിലും നടക്കുന്നു. എന്നാൽ പരമ്പരാഗത രീതികളിൽ ഉണ്ടായിരുന്ന ഗൗരവവും വികാരനിറവും കുറവാണെന്ന് വ്യക്തമാക്കുന്നു. 3. ബന്ധങ്ങളുടെ മാറ്റം. സാങ്കേതിക പുരോഗതികൾ മനുഷ്യബന്ധങ്ങളുടെ ഗുണനിലവാരത്തെയും ബാധിച്ചിരിക്കുന്നു. കയ്യെഴുത്തു കത്തിലെ സ്നേഹവും കരുതലും പലപ്പോഴും നഷ്ടപ്പെട്ട് അതിനു പകരം ഉടനടി അയക്കുന്ന സന്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഇത്തരം സന്ദേശങ്ങളിൽ പഴയ രീതികളിൽ ഉണ്ടായിരുന്ന വികാരാഭിവ്യക്തിയും ആത്മീയതയും കുറവാണ്. 4. കയ്യൊപ്പിൻ്റെ നഷ്ടം. കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് തന്നെ വ്യക്തിപരമായ കയ്യൊപ്പിൻ്റെയും അതിലൂടെ പ്രകടമാകുന്ന വ്യക്തിഗത സ്പർശത്തിൻ്റെയും നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഈ ഒരു പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പഴയകാല സന്ദേശങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ സന്ദേശങ്ങളെക്കുറിച്ചുമാണ്. അതായത് പഴയ കാലത്തൊക്കെ കത്തുകൾ അയക്കുന്നതായിരുന്നു പതിവ്, അല്ലേ? പക്ഷേ ഇന്നാണെങ്കിലോ നമ്മൾ വാട്സപ്പ് വഴിയും അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ വഴിയാണ് നമ്മൾ SMS അയക്കുന്നത്, അല്ലേ? ഈ 2 കാര്യത്തെക്കുറിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ എം മുകുന്ദന് പറയുന്നത്. പഴയ കാലത്തെ കത്തുകളിലൂടെയുള്ള സന്ദേശങ്ങൾ അയക്കുമ്പം ഒരാൾക്ക് കത്ത് അയക്കുമ്പം അതിനുള്ള മറുപടിക്ക് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാത്തിരിപ്പ് എന്നൊരു പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും കാത്തിരുന്ന് കിട്ടുമ്പം ആ കത്തുകളിലുള്ള കാര്യങ്ങളുടെ എല്ലാ സ്നേഹവും കരുതലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പ്രകടമാകുന്ന തരത്തിലുള്ളതായിരുന്നു പരമ്പരാഗത, അതായത് ആദ്യകാലങ്ങളിലുള്ള ഈ കത്തുകൾ വഴിയുള്ള സന്ദേശങ്ങൾ അയക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇന്നാണെങ്കിലോ ഉടനടി റിപ്ലൈസ് കിട്ടും, അല്ലേ? നമ്മൾ മെസ്സേജ് അയക്കുമ്പം SMS വഴി വാട്സപ്പ് വഴിയൊക്കെ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നമുക്ക് ഏറിപ്പോയാൽ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ അതിനപ്പുറത്തേക്ക് കിടക്കില്ല, നമുക്ക് വേഗം റിപ്ലൈ കിട്ടും, അല്ലേ? അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോഴാണോ നമ്മുടെ മെസ്സേജ് സീൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴത്തെ കാലത്ത് മെസ്സേജസിനും സന്ദേശങ്ങൾ അയക്കുന്നതിനും കാത്തിരിപ്പിൻ്റെയും കരുതലിൻ്റെയും ഒന്നും അംശം ഇല്ല എന്നാണ് എം മുകുന്ദൻ പറയുന്നത്. മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വളരെ
സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഞാൻ ഈ ഒരു അധ്യായം മാധ്യമം എന്ന് പറയുന്ന ഈ ഒരു അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു 4 പാഠഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അധ്യായവുമായിട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത് മാധ്യമങ്ങളുടെ ലോകത്താണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഉത്തരങ്ങൾ എഴുതാൻ കഴിയും. നല്ല വെയിറ്റേജ് ഉള്ളൊരു യൂണിറ്റ് അല്ല മാധ്യമം എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. പക്ഷേ ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അത് ചിലപ്പം മിക്കവാറും 5 6 മാർക്കിനായിരിക്കും. കാരണം മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.